ഇപ്പൊ നമ്മുടെ സൻഹയും ജുവോണിനോട് 1-2 വർഷമല്ല മറിച്ച് 10 വർഷത്തോളം അവൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന ആ ഇഷ്ടം അങ്ങ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ ജുവോണും മനസ്സിലാവാത്ത രീതിയിലാണ് പെരുമാറുന്നത്. അതിനിപ്പോ എന്താ, എനിക്കും ചേട്ടനെ ഇഷ്ടമാണല്ലോ, അച്ഛനും ഹേജിനും അങ്കിളിനും ഒക്കെ നിന്നെ ഇഷ്ടമല്ലേ. ഇത് കേട്ട് സൻഹയും നീ അത്രയ്ക്ക് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ, ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മുടെ ജുവോൺ ആണെങ്കിൽ ആ ഡേറ്റിന് പോവാതെ ഇവൻ പറഞ്ഞ കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടയിലുള്ള ബിയറെല്ലാം അവൾ വാരിക്കോട്ടുന്നത് തിരിച്ച് വീട്ടിലേക്ക് എത്തി നമ്മുടെ ദാല് നോക്കുമ്പോ നീ എന്തെങ്കിലും നേരത്തെ പോകുന്നത് ഡിന്നർ കഴിക്കാൻ നിന്നില്ലേ എന്നിങ്ങനെ ചോദിക്കും. ഇത് കേട്ടിട്ടാണ് അവൾക്ക് ആ ഡേറ്റിന്റെ കാര്യം പോലും ഓർമ്മ വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോ ആ പയ്യന്റെ മെസ്സേജ് കാണുന്നത്. നിനക്ക് റിജക്ട് ചെയ്യാനായിട്ട് ഈ വഴിയെ കിട്ടിയോളൂ, ഇത് കുറച്ച് കൂടിപ്പോയി എന്നാണ് ആ മെസ്സേജ്. ദാല് നോക്കുമ്പോ നീ എന്തിനാടി ഇത്രയും ബിയറൊക്കെ മേടിച്ചോണ്ട് വന്നത്. ജുവോണും അവളുടെ ഫോൺ എറിഞ്ഞു കളഞ്ഞിട്ട് ഇതെല്ലാം ആ സൻഹയെ കാരണമാണ് എന്നിങ്ങനെ പറയുന്നത്. ഇപ്പൊ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ജുവോൺ നേരത്തെ ബേക്കറിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങാണ്. സാധാരണ ഈ ഡേയില് അവൾ ലേറ്റ് ആയിട്ടാണ് ബേക്കറി ഓപ്പൺ ചെയ്യാറ്. ഇത് നമ്മുടെ ദാല് ചോദിക്കുന്നുണ്ട്, കുറച്ച് ഡിഫറൻസ് ഒക്കെ വേണ്ടേ എന്നിങ്ങനെ അവളും പറയുമ്പോ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നീ എന്താ ഇങ്ങനെ വിയേർഡായിട്ട് പെരുമാറുന്ന എന്നിങ്ങനെ ദാലും ചോദിക്കും. അവളും ഒന്ന് വിട്ടു പറയുന്നത് ഉരുണ്ട് കളിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ജുവോൺ അവിടെ സൻഹയെ കാണുന്നതും അതേപടി തിരിച്ചകത്ത് കയറി പോകുന്നതും. താൻ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറി പോയെന്ന് അവനും മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ലിഫ്റ്റിൽ വെച്ച് സൻഹ ദാലിനോട് ചോദിക്കുകയാണ് ഇന്നലെ ജുവോണിന് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇന്നലെ മുതലേ അവൾ നല്ല വിയേർഡായിട്ടാണ് പെരുമാറിയത്, തിരിച്ചു വന്നപ്പോ കുറെ ബിയറും വാങ്ങിക്കൊണ്ട് വന്നു, അത് മാത്രമല്ല പോകാനുള്ള ഡേറ്റിന്റെ കാര്യം മറന്നുപോയെന്ന് പറയുകയാണ്. ടിക്കറ്റ് സൻഹ ചിരിക്കുമ്പോ അവൾ ചോദിക്കുകയാണ് നിങ്ങൾ കാരണമാണോ ഇന്നലെ ഡേറ്റിന് പോകാതിരുന്നത്. അവൻ അതേന്ന് പറയുകയാണ്. ഇനി ബൈ ചാൻസ് നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് നമ്മുടെ സൻഹയോട് ദാല് ചോദിക്കുകയാണ്. ഇത് കേട്ട് അവനൊന്നും മിണ്ടാതെ നിൽക്കുമ്പോ തന്നെ അവൾക്ക് കാര്യങ്ങൾ പിടിയിട്ടുകയാണ്. സൻഹയും ദാലിനോട് നീ ഒരു ലോയർ അല്ലേ, ലോയേഴ്സ് ഒക്കെ അവരുടെ ക്ലയൻസിന്റെ ഇൻഫർമേഷൻ ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്, ഇതും അതുപോലെ കീപ്പ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. പക്ഷെ എന്നാ വീട്ടില് ഇക്കാര്യം തന്നെ ചിന്തിച്ച് തലവയ്ക്കുന്ന ജുവോണിനെ കാട്ടുന്നു. ആ സമയം ഹേജിന് അങ്ങോട്ടേക്ക് വരികയും നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് ആവശ്യപ്പെടുകയും ഫ്രിഡ്ജിൽ നോക്കി എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജുവോൺ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജുവോണിനെ നോക്കിക്കൊണ്ട് അവനും എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത്. ഇത് കേട്ട് ആകെപ്പാട് ഷോക്കായി ജുവോണും എന്തോ നീ പറഞ്ഞേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് അവനും പറയുന്നത് നീ ആ രണ്ടാമത് പറഞ്ഞ ഫുഡില്ലേ എനിക്ക് അത് മതി കഴിക്കാൻ, എനിക്ക് അത് ഇഷ്ടമാ എന്നിങ്ങനെയാണ് അവനും പറയുന്നത്. സൻഹ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ ഷോക്കിലിരിക്കുമ്പോഴാണ് അടുത്തൊരാള് ഇഷ്ടമാണെന്ന് പറയുന്നത്. അതെന്തായാലും ഫുഡാണെന്ന് മനസ്സിലാക്കി അവളും സമാധാനപ്പെടുന്നു. ഇപ്പൊ എന്തായാലും ഇവരുടെ 3 മക്കളും അടുത്ത് തന്നെ ഉണ്ട്, എപ്പോ വേണമെങ്കിലും ഒരുമിച്ച് ഫുഡ് കഴിക്കാം കാണാം എന്നുള്ള സന്തോഷത്തിലാണ് അച്ഛന്മാരും. ഹോസ്പിറ്റലിൽ ജുൻഹോ നമ്മുടെ സൻഹയെ തിരക്കിയിട്ട് ഓടി വന്ന് പറയുകയാണ് ഇന്നലെ ജുവോൺ ആ ഡേറ്റിന് പോയില്ല എന്ന്. തികേട്ട് അവനും എനിക്ക് അറിയാമെന്ന് തള്ളി മാറ്റിക്കൊണ്ട് പറയാണ്. അറിയാമോ, എനിക്ക് തോന്നുന്നത് അതിനൊരു കാരണം ഉണ്ടെന്നാ. ഞാൻ ജുവോണിന്റെ ബർത്ത്ഡേക്ക് അവൾക്ക് ഒരു ബൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു, അത് കണ്ട് അവൾക്ക് നല്ല സന്തോഷവുമായി. ജുവോണിനോട് തത്രത്തിലൊന്നും ചോദിക്കാവോ അവള് പോവാതിരുന്നതിന്റെ കാരണം ഞാനാണോ അതോ ആ പൂക്കളാണോ എന്ന്. ഇത് കേട്ട് നമ്മുടെ സൻഹയും പറയുന്നത് എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, നിന്നെ കാരണമല്ല അവള് പോകാതിരുന്നതെന്ന്. ഇപ്പൊ റെസ്റ്റോറന്റിൽ നമ്മുടെ അയൽപ്പക്കം ആന്റി ഒരു മരണത്തിന് പോയ ശേഷം വന്നിരിക്കുകയാണ്. അച്ഛനോടും പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ജുവോണിനെ കല്യാണം കഴിപ്പിച്ച് വിടണം, കാരണം ഞാൻ ഇപ്പൊ പോയ മരണത്തില് ആ മരിച്ചാക്ക് ഒരേ ഒരു മകളെ ഉള്ളായിരുന്നു. അച്ഛന്റെ മരണത്തില് മകള് നല്ല സങ്കടത്തിലിരിക്കുമ്പോ അവളുടെ ഭർത്താവാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത്, അവനൊരു നല്ല മരുമകനായിരുന്നു എന്നും പറയുകയാണ്. ഇത് കേട്ട് അച്ഛനും പറയുന്നത് എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ല, പിന്നെ മനുഷ്യന്റെ കാര്യമില്ലേ അത് പറയാനും പറ്റത്തില്ല, അങ്ങനെ മരിക്കുവാണെങ്കിൽ തന്നെ എന്നെ നോക്കാനും വേണ്ടിട്ട് ജുവോണുണ്ട്, സൻഹയുണ്ട്, എന്റെ മോൻ ഹേജിനും ഉണ്ടെന്ന്. പക്ഷെ ഹേജിന്റെ ഫാമിലി അല്ല എന്നിങ്ങനെ അയൽപ്പക്കം ആന്റിയും എടുത്തു പറയുകയാണ്. ഞാൻ അച്ഛന്റെ മകനാണെന്ന് അവനും പറയും. ഇത് കേട്ട് അയൽപ്പക്കം ആന്റി പറയുന്നത് നീ ഒരു കല്യാണം കഴിച്ചാ പിന്നെ നിന്റെ ഫാമിലി അതാണെന്ന്. ഓ അതിന് ഞാനൊന്നും കല്യാണം കഴിക്കുന്നില്ല എന്ന് നമ്മുടെ ഹേജിനും ഒരു ഡയലോഗ് വിടുകയാണ്. പെട്ടെന്ന് ഹേജിന് ഒരു കോൾ വന്ന് അവൻ എണീറ്റ് പോവുകയാണ്. ആ കോളിലൂടെ അവന് മനസ്സിലാവുന്നത് അച്ഛന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ അവര് തമ്മിലുള്ള ഫാമിലി റിലേഷൻ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന്. ഇപ്പൊ ഇവർ 5 പേരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്യും. നമ്മുടെ ജുവോണാണെങ്കിൽ സൻഹ പറഞ്ഞ കാര്യം ചിന്തിച്ച് അവളുടെ തല പുകയായില്ലെന്നേ ഉള്ളൂ. കാര്യങ്ങളൊന്നും നോർമൽ ആവണമെങ്കിൽ അവള് പഴയ രീതിയിൽ പെരുമാറണമെന്ന് കരുതി പഴയ രീതിയിൽ പെരുമാറാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പെട്ടെന്ന് ഹേജിനും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ ജുവോണിന്റെ അടുത്തേക്ക് ഇരുന്നിട്ട് ജുവോൺ നീ എന്നെ കല്യാണം കഴിക്കണം എന്നിങ്ങനെ ആവശ്യപ്പെടുകയാണ്. നിങ്ങളെന്തോ ഇങ്ങനൊക്കെ റിയാക്ട് ചെയ്യുന്നത്, നീ അല്ലേടി ജുവോൺ പണ്ട് പറഞ്ഞത് നമ്മൾ ഒരു ഫാമിലി ആവണം, ലീഗലി ഫാമിലി ആവണമെങ്കിൽ തമ്മിൽ അഡോപ്റ്റ് ചെയ്യണമെന്നൊക്കെ. എനിക്കിപ്പോ അങ്ങനത്തെ പൊട്ട ചിന്തയൊന്നുമില്ല. ഇനി നിനക്ക് യഥാർത്ഥത്തിൽ ലീഗലി ഒരു ഫാമിലി ആവണമെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുമല്ല ആരെങ്കിലും ഒരാൾ നിന്നെ അങ്ങ് അഡോപ്റ്റ് ചെയ്യാൻ പറ. ഹേജിനും പറയുന്നത് എനിക്ക് മകനല്ല മറിച്ച് മരുമകനായിട്ടിരിക്കാനാണ് താല്പര്യം, കാരണം അയൽപ്പക്കം ആന്റി പറഞ്ഞു മരുമകനാണ് നല്ലതെന്ന്. ഇത് കേട്ട് ജുവോണും ദേഷ്യം വന്നിട്ട് നിനക്ക് അത്രയ്ക്കാണെങ്കിൽ അച്ഛനോട് ഒരു പെങ്കൊച്ചിനെ ദത്തെടുക്കാൻ പറ, എന്നിട്ട് നീ അവളെ കല്യാണം കഴിച്ചോ
എന്നെ എന്തിനാ വെറുതെ ഇതിനകത്തേക്ക് വലിച്ചഴിക്കുന്നത്? ഇതൊക്കെ കേട്ട് അച്ഛനും മതിയാക്ക് ഹേജിനെ, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ജുവോൺ, നീ ഇതൊക്കെ വെറുതെ തമാശയായിട്ട് എടുത്താൽ മതി എന്നും പറയാണ്. ഇപ്പൊ ഒറ്റയ്ക്ക് നമ്മുടെ ജുവോണും ടെറസിൽ ഇരിക്കുമ്പോഴാണ് സൻഹ അവളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഹേജുൻ പറഞ്ഞ കാര്യം ഒരിക്കലും നീ സീരിയസ് ആയിട്ട് എടുക്കണ്ട എന്നിങ്ങനെ അവനും പറയുമ്പോഴാണ് പയ്യെ അങ്ങോട്ട് മാറിയിരിക്കുന്നത് അവളും. അതൊന്നും ഞാൻ നല്ല സീരിയസ് ആയിട്ട് എടുക്കത്തില്ല, നീ ഇന്നലെ പറഞ്ഞതും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നിനക്ക് ഓർമ്മയില്ലേ ഞാൻ കൊച്ചിയിൽ നിന്നെ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞത്? കാരണം നമുക്ക് തമ്മിൽ ഇഷ്ടമായിരുന്നു, ഒരിക്കലും പിരിയാൻ പറ്റാതിരുന്നു, അതുകൊണ്ടാണ് അങ്ങനൊക്കെ പറഞ്ഞത്. അതേപോലെ ഒരു തമാശയായിട്ട് ഞാൻ ഇതിനെയും എടുക്കുന്നുള്ളൂ. അവൾ അവിടെ നിന്ന് പോകാൻ ഒഴുകുമ്പോ നമ്മുടെ ജുവോണിനെ പിടിച്ചു നിർത്തിയിട്ട് എനിക്ക് ശരി നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. 7 വയസ്സും 17 വയസ്സുമുള്ള ജുവോൺ അല്ല, ഇപ്പൊ 27 വയസ്സുള്ള ജുവോണാണ് നീ, നമുക്കെല്ലാം ഒന്നേന്ന് തുടങ്ങാം, എനിക്കൊരു ചാൻസ് താ എന്ന് പറഞ്ഞ് അവളുടെ കൈവിട്ട് എങ്കിൽ ശരി ഞാൻ ആദ്യമേ താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇവനിങ്ങനെ പറഞ്ഞിട്ട് പോയതിനു ശേഷം നമ്മുടെ ജുവോണും ഭയങ്കരമായിട്ട് ബ്ലഷ് ഒക്കെ അടിച്ച് നിൽക്കുന്നുണ്ട്. താഴെ ഇറങ്ങിപ്പോയ സൻഹയ്ക്കാണെങ്കിലോ ഇതൊക്കെ പറയാൻ എനിക്ക് എവിടുന്നാണോ എന്തോ ധൈര്യം കിട്ടിയ എന്ന് ചിന്തിച്ച് നിൽക്കുന്നത്. ഇതേ സമയം നമ്മുടെ സൻഹയുടെ അമ്മയും അവനെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ അവന്റെ അച്ഛനെ വിളിക്കുകയാണ്. ആ സമയം നമ്മുടെ ജുവോണും അവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ ആ കോളിലൂടെ മനസ്സിലാക്കുകയാണ് സൻഹയെ ഒരു മാസത്തേക്ക് മാത്രമായിട്ട് ഒരു വെക്കേഷൻ എന്ന രീതിയിലാണ് അമ്മ ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ അവിടെ നിൽക്കാനായിട്ട് പാടില്ല, അതിനുശേഷം തിരിച്ചങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് പറയാനും വേണ്ടിയിട്ടാണ് വിളിപ്പിച്ചത്. കാര്യം അച്ഛൻ ഇങ്ങനെ പറയുമ്പോ അപ്പോ ജോലിയുടെ കാര്യമോ അവൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തല്ലേ അവന്റെ ജോലി, എനിക്കൊന്നും അറിയത്തില്ല, ഇത് സൻഹയെടുത്ത് തന്നെ ചോദിക്കാമെന്നും അച്ഛൻ പറയുകയാണ്. ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ജുവോന്റെ ബേക്കറിയിൽ വെച്ച് സോക്കിനോട് അവളെ കല്യാണം കഴിക്കുന്ന കാര്യത്തെ പറ്റിട്ട് ഹേജുൻ സംസാരിക്കുകയാണ്. ഇത് കേട്ട് അവനും ഇങ്ങനെ ഉറക്കെ പറയുമ്പോ എടാ ഒന്ന് പയ്യെ പറയടാ, ആ ചിന്ത ജസ്റ്റ് എന്റെ മനസ്സിലൂടെ ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ എന്ന് പറയാണ്. സോക്ക് അവനോട് ഇപ്പൊ ചോദിക്കുകയാണ് നിനക്ക് അവളെ കിസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇത് കേട്ട് എന്തോ കിസ്സോ, പോടാ അവിടുന്ന്. ഇതാ നിന്റെ കുഴപ്പം, നീ ചിന്തിക്കുന്നതിന് മുന്നേ അങ്ങ് പ്രവർത്തിക്കും. കല്യാണം കഴിക്കുന്നതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡേറ്റിംഗ് സമയത്ത് ചെയ്യുന്നത്, കൈ പിടിക്കല്, കിസ് ചെയ്യല്. നീ നിന്റെ കണ്ണടക്ക്, എന്നിട്ട് നിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ഞാൻ ജുവോൺ ആണെന്ന് കരുതി ജുവോൺ നിന്റെ അടുത്തേക്ക് വരികയാണ്, നീ അവളുടെ മുഖത്ത് പിടിക്കുന്നു, അവളിങ്ങനെ അടുത്തേക്ക് വന്നോണ്ടേ ഇരിക്കുന്നു എന്നൊക്കെ അവനും അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. ഒന്ന് പോടാ, ഇതൊന്നും ശരിയാവത്തില്ല എന്നിങ്ങനെ അവനും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ ജുവോണം വന്ന് അവന്റെ കൈ പിടിക്കുന്നത്. നിനക്കെന്തോടി പറ്റിയെന്ന് പറഞ്ഞാൽ അവനും കൈ അങ്ങ് മാറ്റും. അപ്പോഴാണ് വീണ്ടും കൈ പിടിച്ചിട്ട് അവനല്ലേ പറഞ്ഞത് എന്റെ മുഖം ഇങ്ങനെ അടുത്ത് വന്നോണ്ടിരിക്കാന്ന്, നിനക്കെന്നാ കല്യാണം കഴിക്കണോന്ന് പറഞ്ഞല്ലേ, ഇനി പറയടാ നിനക്കെന്നെ കല്യാണം കഴിക്കണോ എന്നിങ്ങനെ ചോദിച്ചാൽ അവളും കളിയാക്കും. അപ്പോഴാണ് അവനും എന്നെ നീ തൊടല് എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നീട് ഇതിനുള്ള പണിഷ്മെന്റ് ആയിട്ട് നമ്മുടെ ഹേജിനെ കൊണ്ട് അവൾ ആ ബേക്കറി ഫുള്ളും ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. ഹേജിന് മനസ്സിലാക്കാണ് താൻ ജുവോണിനെ ഒരിക്കലും ഒരു സിസ്റ്ററിന്റെ സ്ഥാനത്ത് നിന്നല്ലാതെ മറ്റൊരു കണ്ണിലൂടെ കണ്ടിട്ടില്ല എന്നും എങ്ങനെയെങ്കിലും ഒരു ഫാമിലി റിലേഷൻ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ചിന്തകളിൽ ഒന്നായിരുന്നു ഇതെന്നും ഇനി മുതല് ഞാൻ നിന്നെ എപ്പോഴും ചേട്ടാ എന്നാ വിളിക്കത്തുള്ളൂ എന്നിങ്ങനെ നമ്മുടെ ജുവോണും പറയും. പണ്ട് ചേട്ടാ എന്നൊന്നും വിളിക്കാനും വേണ്ടിട്ട് കാത്തിരുന്ന ഹേജൻ ഇപ്പോ വേണ്ട എനിക്കത് കേക്കേ വേണ്ട എന്നിങ്ങനെ പറയാണ്. മിക്കുള്ള സിബ്ലിങ്സിനെ പോലെ ഇവരും സ്നേഹം കാണിക്കുന്നത് വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ്. ഇതേസമയം നമ്മുടെ സൻഹ അച്ഛന്മാരോട് രണ്ടുപേരോടും തെളിച്ച് പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ തിരിച്ചു വരില്ല എന്ന്. പക്ഷെ എന്നിട്ടും അമ്മ ഈ 1 മാസത്തെ കണക്ക് പറയുന്നത് അമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുമെന്ന് കരുതിയിട്ടാണ്. നമ്മുടെ ജുവോന്റെ അച്ഛനും പറയുന്നുണ്ട് എനിക്കും എന്തോ സംശയം തോന്നിയതാണ്, നീ ഹോളിഡേയ്സിൽ പോലും ഇങ്ങോട്ടേക്ക് വന്നില്ല, പക്ഷെ ഇപ്പോ പോകുന്നേ ഇല്ല എന്ന് പറയുമ്പോ ഇത് കേട്ട് സൻഹയുടെ അച്ഛനും നിന്റെ അമ്മ നിന്നെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കാണ്. ഒന്നുമില്ല എന്നിങ്ങനെ അവനും പറയുന്നുണ്ടെങ്കിലും അച്ഛൻ നല്ല ദേഷ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം, അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാ പറ്റത്തില്ല. എന്നിട്ട് അവനോടും ദേഷ്യപ്പെട്ട് പോകാനായിട്ട് ആവശ്യപ്പെടുമ്പോ അവൻ പോവുകയും നമ്മുടെ ജുവോന്റെ അച്ഛൻ പുറകെ പോവുകയും ചെയ്യാണ്. നാളെ ഹോസ്പിറ്റലില് ഒരു ചെക്കപ്പ് നടത്താനും വേണ്ടിട്ട് അങ്ങോട്ടേക്ക് എത്തണമെന്ന് ജുവോന്റെ അച്ഛനോട് പറഞ്ഞ ശേഷം അവനും അവിടുന്ന് പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം ചെക്കപ്പിന് വേണ്ടിട്ട് ജുവോൻ നമ്മുടെ അച്ഛനുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അച്ഛനെ ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് ബേക്കറിയിൽ ജോലി ചെയ്ത് നമ്മുടെ ജുവോന്റെ കൈക്ക് കുറച്ച് വേദനയായിട്ടിരിക്കുന്ന കാര്യം സൻഹ ശ്രദ്ധിച്ചിരുന്നു. അതൊന്ന് ട്രീറ്റ് ചെയ്യാനും വേണ്ടിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ പെട്ടെന്ന് നമ്മുടെ ജുവോന് അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ ഒരു ഫീലൊക്കെ കിട്ടുകയാണ്. സൂര്യപ്രകാശങ്ങളുടെ ഇടയിലൂടെ നമ്മുടെ സൻഹ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവള് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് അവളുടെ ഉള്ളിൽ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒന്നും കൂടെ കുഴപ്പിക്കാനും വേണ്ടിട്ട് അവൻ അവളുടെ ചെവിയിലേക്ക് നേഴ്സ് ഇങ്ങോട്ടേക്ക് വന്നതിന്റെ കൈ റെഡിയാക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇവൻ എന്തിനാടാ ഇത് എന്റെ ചെവിയിൽ പറഞ്ഞത് എന്നിങ്ങനെ അവളും ചിന്തിച്ചിരിക്കുന്നത്. ഹീജു ഇപ്പൊ വീണ്ടും ഹേജന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് തന്നെ അവനെ പറ്റിയിട്ട് അറിയാനും വേണ്ടിട്ട് സൻഹയെ പിടിച്ചിരിക്കുകയാണ്. ഓരോന്ന് ചോദിച്ചു നടക്കുമ്പോ ഇതൊക്കെ ദൂരെ ഇരിക്കുന്ന നമ്മുടെ ജുവോന്റെ അച്ഛനും
കണ്ടിട്ട് ഇവന് ചിരിക്കാണ്. ഹീജു ഇങ്ങനെ കുറച്ച് ഓവറായിട്ട് പെരുമാറുന്ന കണ്ട് ജുവോണിനും കുറച്ചൊക്കെ ജലസി അടിക്കുന്നുണ്ട്. അച്ഛനെന്തിനാ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന എന്നിങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബത്തില് ആദ്യം കല്യാണം കഴിക്കാൻ പോകുന്നത് സൻഹയായിരിക്കും, അവര് നല്ല കപ്പിൾസാ എന്നിങ്ങനെ പറയും. ജുവോന്റെ ഫേസ് കണ്ടാലേ മനസ്സിലാക്കാം അവക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന ദാലും കാണുന്ന കാഴ്ച. അടുത്ത ദിവസം നമ്മുടെ ഹീജുൻ അവന്റെ ആന്റിയെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരിപ്പോ കാണുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ വീണ്ടും അവന്റെ അമ്മയുടെ ടോപ്പിക് വരുന്നുണ്ട്. തിരിച്ചു പോകുന്ന വഴിക്ക് അവൻ അവന്റെ അമ്മയെ പോലുള്ള ഒരാളെ കാണുകയാണ്. എന്നാൽ വീണ്ടും പഴയതുപോലെ ദാലിന്റെ ഫ്രണ്ടിൽ ചെന്ന് ചാടുകയാണ്. നീ ഇത് ജുവോണിനോട് പറയൂ എന്ന് ചോദിച്ചപ്പോ 10 വർഷത്തിന് മുന്നേ ഞാൻ പറഞ്ഞില്ല, ഇനി ഞാൻ പറയത്തില്ല എന്ന് പറയാണ്. പക്ഷെ എന്നാൽ ഈ വട്ടം പകരമായിട്ട് എനിക്കൊരു കാര്യം ചെയ്യണം, എന്റെ ബോയ് ഫ്രണ്ട് ആവാനായിട്ട് അവൾ ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് നമ്മുടെ ഹീജുനും ഒന്ന് ഞെട്ടി നിൽക്കുന്നു. പക്ഷെ നമ്മുടെ ദാല് അവനെ പ്രപ്പോസ് ചെയ്തതല്ല, പകരം അവളുടെ അമ്മ അറേഞ്ച് ചെയ്ത ഒരു ഡേറ്റ് കൊളവാക്കാൻ വേണ്ടിട്ട് ബോയ് ഫ്രണ്ട് ആയിട്ട് എത്താമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓ അപ്പൊ അതായിരുന്നല്ലേ കാര്യം, പക്ഷെ നീ അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചപ്പോ ഞാനൊന്ന് ഞെട്ടിപ്പോയി എന്ന് നമ്മുടെ ഹേജുനും പറയാണ്. ഇതേ സമയം നമ്മുടെ ഹേജുന്റെ അച്ഛനാണെങ്കിൽ മരുന്നൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഒരു സ്ത്രീയുമായി കൂട്ടിമുട്ടുന്നത്. ഇത് നമ്മുടെ ഹേജുൻ കണ്ട അതേ സ്ത്രീ തന്നെയാണ്. അത് മറ്റാരും തന്നെ അല്ലായിരുന്നു, അവന്റെ അമ്മ തന്നെയായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അച്ഛനെ കണ്ട് സംസാരിച്ചപ്പോൾ ആ ഒരു ഗൗരവം അവർക്കിന്നില്ല. എങ്കിലും അവരവരുടെ മകനെ കാണാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ തവണ വന്നപ്പോഴും നിങ്ങൾ അതിന് സമ്മതിച്ചില്ല. ഈ വട്ടമെങ്കിലും നിങ്ങൾ അവനെ കാണണം. അവൻ ഇത്രയും വർഷം നിങ്ങൾക്ക് വേണ്ടിട്ട് കാത്തിരിക്കുകയായിരിക്കും. നിങ്ങൾ ജസ്റ്റ് അവനെ ഒന്ന് കണ്ട് സംസാരിച്ച് ഒരു ഹഗ് ചെയ്താൽ മാത്രം മതിയാകും എന്നിങ്ങനെ അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇവര് താല്പര്യപ്പെടുന്നതേ ഇല്ല. ഇവരുടെ പുറകെ പോയിട്ട് 10 വർഷം മുന്നേ ഞാൻ ഈ കാര്യം ചെയ്യാതിരുന്നതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു എന്നൊക്കെ അച്ഛനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവര് പറയുന്നത് ഞാനൊരാളെ കൊന്നു എന്ന്. ഇപ്പൊ നമ്മുടെ ജുവോണും സൻഹയും ഒരുമിച്ച് ഡിന്നർ കഴിക്കുകയാണ്. ആ സമയം അവള് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ വന്നതില് നല്ല ഹാപ്പിയാണ്, പക്ഷെ എന്നാ നീ ചോദിച്ച ആ ചാൻസ് എനിക്ക് നിനക്ക് തരാൻ കഴിയത്തില്ല. നീ എനിക്ക് എന്റെ ചേട്ടനെ പോലെയാണെന്നും നമ്മൾ തമ്മില് അതിൽ കൂടുതൽ ഒന്നും ആവാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ സൻഹയ്ക്കും നല്ല സങ്കടം തോന്നുകയാണ്. അങ്ങനെ അവര് പുറത്തിറങ്ങുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്യുന്നത്. എന്നാൽ പഴയതുപോലെ മഴ തോരുന്നത് കാത്തു നിൽക്കാതെ നമ്മുടെ ജൂൺ ആ മഴയെ തോടുകയും സൻഹ അവന്റെ കോട്ട് വെച്ച് അവളെ കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ടണലിൽ കയറി നിൽക്കുകയാണ്. സൻഹയും അവളുടെ മുടി ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുമ്പോ പെട്ടെന്ന് എന്തോ ഒരു ഫീലിംഗ് തോന്നി അവളും ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുകയാണ്. ഈ സമയം ജുവോൺ എന്നിങ്ങനെ നമ്മുടെ സൻഹ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ നോക്കുന്നില്ല അവന്റെ മുഖത്തേക്ക്. 2-3 വട്ടം വിളിക്കുന്നുണ്ടെങ്കിലും അവൾ നോക്കുന്നതേ ഇല്ല. അങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് എന്റെ മുഖത്തേക്ക് നോക്കാനായിട്ട് അവൻ ആവശ്യപ്പെടുമ്പോ അങ്ങനെ നോക്കുകയാണ് അവള്. ആ സമയം അവൻ അവളെ കവിളിൽ പിടിച്ചിട്ട് കിസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ രംഗം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും പാൻഡ ടോക്സിന്റെ വക ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ നമുക്കിനി അടുത്ത വർഷം കാണാം. ബൈ, താങ്ക് യു.